കുഞ്ഞുട്ടിന്റെയും ഭാഗമായിട്ടുള്ള ആ ഒരു അനുഭവം? അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ്. ഈ ഫസ്റ്റ് മൂവിയിൽ തന്നെ പക്കുച്ചേട്ടന്റെയും ടിനിച്ചേട്ടന്റെയും ഷാജി പപ്പന്റെ എല്ലാവരും കൂടി അഭിനയിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സിനിമയ്ക്ക് ഈ സിനിമ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ സിനിമ തീർന്നു പോയല്ലോ, മീൻസ് ദാറ്റ് ആ സിനിമ കഴിഞ്ഞു. ഇനിയും അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ അവസരം കിട്ടട്ടെ. അപ്പൊ മോനെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒരു അനുഭവം? അപ്പൊ ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ എന്തായിരുന്നു? അതെ, ഈ സിനിമയില് ഷാജോട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇവരുടെ അമ്മയായിട്ടാണ് ചെയ്തേക്കുന്നത്. മക്കള് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് സെറ്റിൽ അടിച്ചു പൊളിച്ചു. ഭയങ്കര ഒരു ഫാമിലി ഫീലായിരുന്നു. ചേട്ടനൊക്കെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് ടൈമാണ് ചേട്ടനോട് ഞാൻ ചെയ്തത്. ശരിക്കും ഞങ്ങളൊരു ഫാമിലി, ഒരു വീട്ടിലാണ് നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ശരിക്കും ഒരു കുടുംബം പോലെ ഒരു കുറേ ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുന്നൊരു ഇതായിരുന്നു, ഷൂട്ടായിരുന്നു അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് പകർത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് വിശേഷിച്ചത്. ഗുഡ് ഈവനിങ്. മലയാളത്തിലെ എൻ്റെ ഫസ്റ്റ് മൂവി വന്നിട്ട് 1992 അതിൽ സിജു ചേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ് ചെയ്തത്. ഇപ്പോൾ മെയിൻ റോളിൽ വരുന്ന സെക്കൻഡ് മൂവിയാണ്. മലയാളത്തിൽ വേറെ 1-2 മൂവി ചെയ്തിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ കുറഞ്ഞൊരു മൂവി നെക്സ്റ്റ് റിലീസ് ആവുന്നുണ്ട്. ഇത് കൂടാതെ തമിഴിലും തെലുങ്കിലും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. എനിക്ക് ചെറിയ ത്രോട്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പക്രുചേട്ടനാണെങ്കിലും തിരിച്ചേട്ടനാണെങ്കിലും ഷാജി ചേട്ടനാണെങ്കിലും രാകേഷ് ചേട്ടൻ കുട്ടികളെല്ലാവരും നല്ല ജോളിയായിട്ട് ഹാപ്പിയായിട്ട് ഒരു ഫാമിലി സെറ്റ് പോലത്തെ ഫാമിലി പോലെയായിരുന്നു നമ്മുടെ സെറ്റ്. കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം എല്ലാവർക്കും വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ ഞാൻ എന്നോട് ഫസ്റ്റ് സ്റ്റോറി പറയുമ്പോൾ തന്നെ പക്രുചേട്ടൻ നായകനായിട്ട് വരുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞു. ആ പക്രുചേട്ടനും തിരിച്ചേട്ടനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ. അപ്പോൾ അതിൽ ഒരു പാട്ടാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നല്ലൊരു ഫാമിലി മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു. ഞാനിപ്പോൾ ഈ മൂവിയുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ എല്ലാവരോടും പറയാം, പക്രുചേട്ടൻ മുതൽ ഞങ്ങളുടെ ഒരു വലിയ ടീമുണ്ട്. എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജ് അല്ലെങ്കിൽ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. അതിൽ കൂടെ തന്നെ കോഴിക്കോടുള്ള എല്ലാവരോടും അതുപോലെ തന്നെ ലുലുമോളും എല്ലാവരും ഈ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന എല്ലാവരോടും ഈ സിനിമയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. ഈ മൂവിയിൽ ഞാനൊരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് സസ്പെൻസായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും ഡയറക്ടറിന് ആവശ്യം. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വില്ലനാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നായകനാവാം. അപ്പോൾ അത് സിനിമ കണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവരിതെടുക്കട്ടെ. നമ്മൾ എന്താണോ വർക്ക് ചെയ്തത് അത് നല്ലതാണെങ്കിൽ അവരെൻ്റെ പ്രോത്സാഹനം ചെയ്താണെങ്കിൽ ആ സന്തോഷം ഞാൻ അതിന് ശേഷം ഏറ്റുവാങ്ങുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. സോ അതെല്ലാം ഞാൻ പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ വേഷം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന ഒരു വേഷങ്ങൾ കിട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രയത്നം ചെയ്ത് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു വില്ലും കിട്ടുന്നുണ്ട്. സോ താങ്ക് യു ഫോർ എവ്രി വൺ. ആൻഡ് ഈ ഒരു മൂവി എന്നുള്ള 916 കുഞ്ഞുട്ടൻ ഈ ഒരു സമ്മർ വെക്കേഷനിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് കോഴിക്കോട്. അവിടെ ഒരു സിനിമയുടെ ഇത്രയും നല്ലൊരു കൂട്ടായ്മയുടെ ഒരു സിനിമയിൽ അതിൻ്റെ പ്രമോഷനായിട്ട് വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാണെന്ന് അറിയിക്കുന്നു. പക്രവും ഞാനും ഇനി ഇതിൽ വരാത്ത നോബി എല്ലാം ഞങ്ങൾ കുടുംബമാണ്. പക്രമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അദ്ദേഹം കുഞ്ഞൂട്ടനായിട്ട് ഈ സിനിമയിൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയേട്ടനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ നല്ല ചേരുവകൾ, ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ചെറിയ സിനിമ, അത് ഏറ്റവും നല്ല ചേരുവകൾ തന്നെ ചേർത്ത് കൊണ്ട് മാസമായിട്ടും കോമഡിയായിട്ടും കുടുംബമായിട്ടും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞ വലിയ സന്തോഷം. അതിലേറ്റവും കൂടുതൽ ഞങ്ങളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും എൻജോയ് ചെയ്ത സിനിമയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടും ആ സിനിമയിൽ രാകേഷിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. കാരണം ആ സിനിമയുടെ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും രാകേഷിൻ്റെ മാത്രം കഠിന പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. എന്നാലും ഇന്നിപ്പോൾ ഒരു സോങ് റിലീസാവാൻ പോവുകയാണ്. സജീവിനെ ഒരുപാട് എൻ്റെയും ഒരുപാട് സിനിമകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് നമുക്ക്
ചേട്ടാ, ഈ സിനിമയിലെ ടിനി ചേട്ടൻ ഡബിൾ റോളിലാണെന്ന് ഞാൻ അറിഞ്ഞു. ഒരു ഗംഭീര മേക്ക് ഓവർ ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇതിനകത്തെ 2 റോളുകൾ? അതിലൊരു റോളിന്റെ പേര് കമ്മൻ എന്നാണ് ഞാൻ കേട്ടു. ഈ മഹാഭാരതത്തിലെ കമ്മൻ എങ്ങനെയാണോ? പ്രിയരെ, കോഴിക്കോട് യഥാർത്ഥത്തിൽ എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ഈ പാളയം മാർക്കറ്റിൽ നിന്നാണ്. കാരണം കോഴിക്കോടുകാരനായ ഒരു സംവിധായകൻ, രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനിലൂടെ പ്രാഞ്ചി എന്ന സിനിമയിലൂടെ ഒരു കസേര സിനിമയിൽ കിട്ടി. പിന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. അതിനുശേഷം എൻ്റെ അമ്മ വീടെന്ന് പറയാൻ പറ്റും. കാരണം അമ്മയിൽ പ്രവേശിച്ചത് സംഘടനയിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ പ്രവേശിക്കാൻ കാരണം കോഴിക്കോട്ടുകാരനായ ഒരു സംവിധായകനാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് കോഴിക്കോടുകാരോടൊരു സ്നേഹമുണ്ട്. അതിൽ ഒരു കളങ്കമില്ലാത്ത, കാരണം ഓരോരുത്തരും വരുമ്പോഴും അതിഥിയായിട്ട് സ്വീകരിക്കുന്ന, ആതിഥേയത്വം വഹിക്കുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ സജീവ് മില്ലിനിയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നമ്മുടെ സെക്കൻഡ് സോങ് ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ പാടിയ പാട്ട് റിലീസ് ചെയ്തത് സജീവ് മില്ലിനിയൻ തന്നെയായിരുന്നു. സ്റ്റാർ സിംഗറിൽ ചെന്നപ്പോൾ അവർ പാടണമെന്ന് ആവശ്യപ്പെട്ട പാട്ട് അത് തന്നെയായിരുന്നു. അതിന് ഒരുപാട് വ്യൂസ് കിട്ടി. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. ഇനി വേദിയിലേക്ക് ഒരാളെ കൂടി വിളിക്കാനുണ്ട് അല്ലേ? ആരാണ്? ആരാ? ഉച്ചത്തിൽ പറ കേക്കട്ടെ. ജീവിതത്തിലേറിയ പങ്കും ഞാൻ ചെലവഴിച്ചത് ഇദ്ദേഹത്തിനോടൊപ്പമാണ്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പും എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് കിട്ടിയൊരു കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞ് കയറിയത് വലിയ പുസ്തകത്തിലാണ്. കുഞ്ഞുട്ടൻ എന്ന് മാത്രം പേര് പറഞ്ഞാൽ അതിലൊരു തിളക്കം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ മുന്നിലൊരു 916 പ്യൂരിറ്റി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിരലിലുണ്ടാവുന്ന സിനിമകളിലാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനായി കോഴിക്കോടിൻ്റെ മണ്ണിൽ കാലുവയ്ക്കുന്നത്, ലുലു മോളിൽ കാലുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഈ ഒരു വലിയ സ്വീകരണത്തിൽ, കാരണം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കാണാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരു നിറഞ്ഞ ഒരു വലിയ സദസ്സ് തന്നെ ഈ ലുലു മോളിലുണ്ട്. തീർച്ചയായും നിങ്ങൾ വിചാരിച്ചാൽ കോഴിക്കോട്ട് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ചിത്രം ഒരു വലിയ വിജയമാക്കാൻ സാധിക്കും. അപ്പോൾ 916 കുഞ്ഞുട്ടന് എനിക്ക്, ഞങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വലിയ സ്നേഹവും പിന്തുണയും ഉണ്ടാവണം. ഇതിനു മുമ്പ് ഞങ്ങൾ കോഴിക്കോട് പല പരിപാടികൾക്കും വേദികളിൽ ചെറുതും വലുതുമായ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് ഇതേ വേദിയിൽ നമ്മൾ പലരും പലപ്പോഴും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം തന്നെയാണ് ഈ ഒരു ഓഡിയോ ലോഞ്ചിനായി ഇവിടെ വരെ എത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ബട്ട് ഇനി പറഞ്ഞ പോലെ തന്നെ ഞാനും അഭിനയിച്ച പല പ്രധാന സിനിമകളുടെയും ഓഡിയോ പകർപ്പവകാശം നേടിയിരിക്കുന്നത് മില്ലേനിയം തന്നെയാണ്. ക്ലാസിക് സോങ്ങുകളും ക്ലാസിക് സിനിമകളും ക്ലാസിക് കളക്ഷനുകളുമായിട്ട് മലയാളികളുടെ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരമായ മില്ലേനിയം ഓഡിയോസ് ആൻഡ് വീഡിയോസ്, ആ ഒരു ബ്രാൻഡിലൂടെ ഞങ്ങളുടെ പാട്ടുകൾ പുറത്തു വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്തായാലും ഈ ഓഡിയോ ലോഞ്ചിനായി ഇവിടെ എത്തിയിരിക്കുന്ന അതിൻ്റെ സാരഥി ശ്രീ സജിയേട്ടനും കുടുംബത്തിലും, അതുപോലെ പ്രത്യേകം ലുലു എന്ന ഈ ഒരു വലിയ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന സ്ഥാപനത്തിൻ്റെ ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ പാട്ട് ഓഡിയോ ലോഞ്ചിന് വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, അതുപോലെ തന്നെ മീഡിയാസ് ഒരുപാട് പേരുണ്ട്, മീഡിയ സുഹൃത്തുക്കൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. 916 കുഞ്ഞുട്ടിൽ ഞങ്ങൾക്ക് ഒരു വലിയ അവകാശവാദങ്ങളൊന്നും തന്നെയില്ല. ഒരു ചെറിയ ചിത്രമാണ്, എന്നാലും ഈ ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഒരു വലിയ മനസ്സോടെ ഇവിടെ എത്തിയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക്, ഇവിടെയുള്ള മറ്റ് എല്ലാ ആൾക്കാർക്കും സ്നേഹബന്ധമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് 916 കുഞ്ഞുട്ടൻ ഉടൻ തന്നെ വേദിയിൽ തിയേറ്ററുകളിലെത്തും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഒരു കാര്യം എടുത്തു പറയാം, ഈ ഒരു സിനിമ ഒരു കോമഡി സിനിമയല്ല, എന്നാൽ ഇതിൽ ജീവിതമുണ്ട്,
അത്യാവശ്യം ചിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും, ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർക്ക് വരെ ഒരുപോലെ രസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗാണ് 916-ലൂടെ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ അടുത്തത് അത്ഭുതദ്വീപ് 2 വരുന്നുണ്ട്. അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സിനിമയ്ക്ക് ആദ്യത്തേൽ കിട്ടിയ പോലെ തന്നെയുള്ളൊരു വലിയ പ്രോത്സാഹനം നിങ്ങളിൽ നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെ അഭിമാനപൂർവ്വം നമ്മൾ രണ്ടാമത്തെ പാട്ടിൻ്റെ ഒടിയോടിലേക്ക് കടക്കുകയാണ്. എൻ്റെ കല്യാണം നടന്നത് കേരളത്തിലൊരു വലിയ സംഭവമായിരുന്നു. പലരും ഈ കല്യാണ ഫോട്ടോ പത്രങ്ങളിൽ കണ്ടപ്പോഴാണ് നമ്മുടെ തന്നെ പല പല ആളുകളും അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായും എൻ്റെ കല്യാണം കാണാത്തവർക്ക് ഒരു പക്ഷേ ഇവിടെ എൻ്റെ കല്യാണം കാണാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഒരു സർപ്രൈസായിട്ട് അവിടെ നിൽക്കട്ടെ.